പ്രിയ സ്ട്രീം ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഭ്രമയുഗം തകർത്താടുകയാണ്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമാ സ്ക്രീനുകളിൽ ഒന്നാണ് ഹൈദരാബാദ് പ്രസാദ് PCX സ്ക്രീൻ. അവിടെ സിനിമ ആദ്യമായിട്ട് ഒരു ദിവസം ഒരു ഷോ ഇന്നലെ അല്ലെങ്കിൽ ഞായറാഴ്ച പ്രദർശിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ അവിടുത്തെ തിരക്ക് കാരണം വീണ്ടും രാത്രി 11 മണിക്ക് ഒരു ഷോ കൂടി ആഡ് ചെയ്തു. അത് നിറഞ്ഞു കവിഞ്ഞപ്പോൾ ഇന്നിതാ വീണ്ടും മൂന്നാമത്തെ ഷോ ആഡ് ചെയ്യുന്നു. അതായത് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് PCXൽ സ്ക്രീൻ തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതും ഇവിടെ ലഭിക്കുന്നത് 2 ദിവസം അടുപ്പിച്ചുള്ള സ്ക്രീനും അതുകൂടാതെ 3 ഷോകളും എന്നുള്ളത് തന്നെയാണ്. അതായത് രണ്ടാം ദിവസം ആ ഒരൊറ്റ തിയേറ്ററിൽ നിന്ന് 3 ലക്ഷത്തോളം രൂപയാണ്, അല്ലെങ്കിൽ ക്ഷമിക്കുക 2 ദിവസം കൊണ്ട് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന 3 ലക്ഷത്തോളം 3 ലക്ഷമാണ് അവിടുത്തെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അന്യദേശത്ത് പോയിട്ട് ഒരു സിനിമ ഈ റേഞ്ചിലെത്തുക എന്നുള്ളത്. ഒരിക്കൽ കൂടെ നമുക്ക് ഉറപ്പിക്കാം, ഇത് പണ്ട് മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് പോലെ തന്നെ തെലുങ്കിൽ ആകാൻ പോവുകയാണ് എന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഹൈദരാബാദിൽ ഈ സിനിമ നിറഞ്ഞാടും. ഇനിയും തെലുങ്ക് വെർഷൻ കൂടെ ഇറങ്ങുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന രീതികളിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഇതിനോടകം തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും, തെലുങ്കന്മാർക്ക് ഉൾപ്പെടെ, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമയോട് ഇപ്പോൾ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അവർ അവരുടെ ഭാഷയിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ഈ സിനിമ 23-ാം തീയതി മുതലാണ് തെലുങ്കിൽ റിലീസ് ചെയ്യുന്നത്. അതും വമ്പൻ റിലീസായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് അറിയാം, അലക്സാണ്ടർ എന്ന കഥാപാത്രം, അലക്സാണ്ടറിൻ്റെ കഥാപാത്രം ഒരിക്കൽ മലയാളത്തിൽ ഒരു വലിയ ഹിറ്റായ സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ. ഇന്ത്യൻ സിനിമകളിലെ തന്നെ, മലയാള സിനിമകളിലെ തന്നെ ഗ്യാങ്സ്റ്ററിനകത്തിലുള്ള ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു. ആ ഒരു സിനിമ വന്നതിന് ശേഷം തെലുങ്കിൽ 400 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചു ആ സിനിമ എന്നുള്ളതാണ്. ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. അന്ന് ആ ഒരു സിനിമ ഡബ് ചെയ്ത് വെറുതെ ഇറക്കിയതാണെങ്കിൽ ഇന്ന് അങ്ങനെയല്ല, പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത്. ഒരു പക്ഷേ നമ്മൾ ഇതുവരെ കണ്ട കേരള കളക്ഷൻ്റെ മുകളിലായിരിക്കും തെലുങ്കിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അതിനെക്കുറിച്ച് വരാം. എന്തായാലും അതുവരെ ഈ വീഡിയോ ഒന്ന് ഓർത്തു വെക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.